കാശ്മീരിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പുതിയ ട്രെയിൻ വരുന്നു. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനാണ് പരിഗണിക്കുന്നത്. ഒട്ടേറെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കാശ്മീരിലേക്ക് വന്ദേ ഭാരത് വരുമ്പോൾ വൻ ലാഭം കൊയ്യാമെന്നാണ് റെയിൽവേ അധികൃതരുടെ കണക്കുകൂട്ടൽ. വൈകാതെ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. രാജ്യത്ത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ വരുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ മാസമാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപനം നടത്തിയത്. കേരളം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പ്രതീക്ഷയിലാണ്. മുംബൈയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കാകും ആദ്യ സ്ലീപ്പർ ട്രെയിൻ. അതിനിടെ കാശ്മീരിലേക്ക് വരുന്ന ട്രെയിൻ വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അടുത്ത വർഷം ജനുവരിയിൽ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കുമെന്നാണ് വിവരം. നിലവിൽ പകൽ മാത്രമാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ സർവീസ് നടത്തുന്നത്. എന്തുകൊണ്ട് വന്ദേ ഭാരത് രാത്രി യാത്ര തുടങ്ങുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാകും സ്ലീപ്പർ ട്രെയിൻ. BEML ആണ് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾ നിർമ്മിക്കുന്നത്. ന്യൂഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കുന്ന കാര്യമാണ് റെയിൽവേ പരിഗണിക്കുന്നത്. നോർത്തേൺ റെയിൽവേ സോണിന് കീഴിലാകും ഈ ട്രെയിൻ സർവീസ് നടത്തുക. രാജ്യ തലസ്ഥാനത്തെയും ജമ്മു കാശ്മീർ തലസ്ഥാനത്തെയും ബന്ധിപ്പിച്ചാകും യാത്ര. പിന്നീട് ബാരാമുല്ലയിലേക്ക് സർവീസ് നീട്ടിയേക്കും. ന്യൂഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള 800 കിലോമീറ്റർ യാത്രയ്ക്ക് 13 മണിക്കൂർ വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷ. വൈകിട്ട് 7 മണിക്ക് ന്യൂഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന ഈ ട്രെയിൻ രാവിലെ 8 മണിയോടെ ശ്രീനഗറിലെത്തും. അംബാല കണ്ടോൺമെന്റ് ജംഗ്ഷൻ, ലുധിയാന ജംഗ്ഷൻ, കത്തുവ, ജമ്മു തവായ്, ശ്രീമാത വൈഷ്ണവ് ദേവി കത്ര, സംഗൽദാവൻ, ബനിഹാൽ എന്നീ സ്റ്റേഷനുകളിലായിരിക്കും സ്റ്റോപ്പുകൾ ഉണ്ടാകുക.